theborderofamind.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ ചിന്തകളെയും എഴുത്തുകളെയും കുറിച്ചുള്ള നമ്മുടെ അവലോകന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത് നിർത്തിയത് ഓർക്കുന്നുണ്ടാവും. അപ്പോ ഇന്ന് നമ്മൾ അജ്മലിന്റെ ഒരു പ്രത്യേക ബ്ലോഗ് പോസ്റ്റിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അൺബോട്ട്ലിംഗ് ആർട്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ഡിജിറ്റൽ ലോകത്തെ പറ്റിയും കുറച്ചുകൂടി സംസാരിക്കാം. എന്തായാലും വർഷങ്ങളായിട്ട് അദ്ദേഹം ഇത് കൊണ്ടു നടക്കുന്ന ഒന്നാണല്ലോ. അദ്ദേഹത്തിന്റെ ചിന്തകൾ, പ്രതിഫലനങ്ങൾ, അതൊക്കെ പങ്കുവെക്കുന്ന ഒരു പേഴ്സണൽ സ്പേസ്. അതെ, ദ ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും അജ്മലിന്റെ ഒരു ലോകം തന്നെയാണ്. അദ്ദേഹത്തിന്റെ എഴുത്ത്, പിന്നെ കല, ചില ദൃശ്യങ്ങൾ, ഇവയിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാം. ഒരു പുതിയ കാര്യങ്ങൾ അറിയാനും അത്ഭുതപ്പെടാനും ഒക്കെയുള്ള ഒരു വേദി. അതെ, ഈ അൺബോട്ട്ലിംഗ് ആർട്ട് എന്ന പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന ഒരു ആശയം എനിക്ക് വളരെ വളരെ രസകരമായി തോന്നി. അതായത് ചില കലാകാരന്മാരുണ്ട്, അവര് പുറമേക്ക് നോക്കുമ്പോൾ ഭയങ്കര ശാന്തരായിരിക്കും, വലിയ വികാര പ്രകടനം ഒന്നും കാണിക്കില്ല. ശരിയാണ്. പക്ഷെ അവരുടെ കലയിലൂടെ നോക്കിയാലോ അതിതീവ്രമായ ഭാവങ്ങൾ കാണാം. അതെ, അജ്മൽ നിരീക്ഷിക്കുന്നത് അതാണ്. ഈ കലാകാരന്മാർ അവരുടെ ഉള്ളിലെ ആ തീവ്രമായ വികാരങ്ങൾ ഒരു കുപ്പിയിലടച്ച പോലെ സൂക്ഷിക്കും. എന്നിട്ട് അതിനെ ഏറ്റവും ശക്തമായ രൂപത്തിൽ, ഏറ്റവും പ്യുവറായ രൂപത്തിൽ പുറത്തുവിടും. ഒരു പെയിന്റിങ്ങിലൂടെയോ സംഗീതത്തിലൂടെയോ ചിലപ്പോൾ എഴുത്തിലൂടെയോ ആകാം. അപ്പോ ഈ പുറമേ കാണുന്ന ശാന്തതയും ഉള്ളിലെ ആ തീവ്രതയും തമ്മിലൊരു കോൺട്രാസ്റ്റ് ഉണ്ട് അല്ലേ? തീർച്ചയായും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പുറമേ നോക്കുമ്പോൾ ഒരു സൂചനയും ഉണ്ടാവില്ല, പക്ഷേ ആ കലയിലൂടെ പുറത്തു വരുന്നത് ഒരു പക്ഷേ വലിയൊരു വൈകാരിക കൊടുങ്കാറ്റായിരിക്കാം. അപ്പോ അത് പ്രേക്ഷകരെ എങ്ങനെയാവും ബാധിക്കുക, ആ ഒരു അപ്രതീക്ഷിതത്വം? അത് നല്ലൊരു പോയിന്റാണ്. കാരണം ആ വികാരത്തിന്റെ തീവ്രത പെട്ടെന്നായിരിക്കും അനുഭവപ്പെടുക. പുറമേ ശാന്തനായ ഒരാളിൽ നിന്ന് ഇത്രയും ശക്തിയുള്ള ഒന്ന് വരുമ്പോൾ അത് കാണുന്ന ആൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്നയാൾക്ക് ഒരു ഷോക്ക് പോലെയാവാം. അജ്മൽ പറയുന്ന പോലെ ആ വികാരത്തിന്റെ ശുദ്ധവും സാന്ദ്രവുമായ രൂപം അതാ കലയെ വെറുമൊരു പെയിന്റിങ്ങോ പാട്ടോ അല്ലാതാക്കി മാറ്റുന്നു. അതൊരു അനുഭവമായി മാറുന്നു. അതെ, പങ്കുവെക്കപ്പെട്ട ആഴത്തിലുള്ള ഒരു അനുഭവം. അത് ആസ്വദിക്കുന്ന ആളുടെ ഉള്ളിലെ വൈകാരികമായ ഒരു തലവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ഈ ചിന്ത അദ്ദേഹത്തിന്റെ ബ്ലോഗിലെ മറ്റു വിഷയങ്ങളുമായിട്ടും കണക്റ്റഡ് ആണല്ലേ? കല, ജീവിതം, പിന്നെ ഈ സ്വയം കണ്ടെത്തൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അദ്ദേഹം പ്രധാനമായും എഴുതുന്നത്. തീർച്ചയായും. ഈ ബ്ലോഗ് മുഴുവൻ അത്തരം ചിന്തകളുടെ ഒരു ശേഖരം തന്നെയാണ്. ശ്രദ്ധ, പിന്നെ വ്യക്തിപരമായ വളർച്ച, ആത്മാർത്ഥമായ അഭിനിവേശം, നമ്മുടെ സാധാരണ ദിവസങ്ങളിലെ ചെറിയ സൗന്ദര്യങ്ങൾ, അതൊക്കെ അദ്ദേഹം മനോഹരമായിട്ട് എഴുത്തിലൂടെയും ചിലപ്പോ ചിത്രങ്ങളിലൂടെയും ഫോട്ടോഗ്രാഫിയിലൂടെയൊക്കെ പറയുന്നുണ്ട്, കഥകൾ പോലെ. അപ്പോ ഈ അൺബോട്ട്ലിംഗ് ആർട്ട് എന്ന ആശയവും ഒരു തരത്തിൽ സാധാരണയിൽ നിന്ന് അസാധാരണമായത് കണ്ടെത്തുന്നത് പോലെയാണല്ലേ? അതെ, പുറമേക്ക് ശാന്തമായി കാണുന്ന ഒന്നിൽ വലിയൊരു ആഴം കണ്ടെത്തുന്നത് പോലെ. അജ്മലിന്റെ ഈ ചിന്തകളും അദ്ദേഹത്തിന്റെ കലയുമൊക്കെ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എങ്ങോട്ട് പോകാം? തീർച്ചയായും theborderofamind.com എന്ന വെബ്സൈറ്റിലേക്ക് പോകാം. അവിടെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ, ചിത്രീകരണങ്ങൾ, ഫോട്ടോകൾ എല്ലാം കാണാം. പോഡ്കാസ്റ്റുകളും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന പോഡ്കാസ്റ്റുകളും അവിടെ ലഭ്യമാണ്. എല്ലാം ഒരിടത്ത്. അപ്പൊ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടം. അതെ, ഒരുപക്ഷെ നിങ്ങൾക്കതൊരു പ്രചോദനമായേക്കാം, അല്ലെങ്കിൽ കലയുമായി ഒരു പുതിയ ബന്ധം തുടങ്ങാൻ സഹായിച്ചേക്കാം. അജ്മലിന്റെ ചിന്തകളിലൂടെയുള്ള നമ്മുടെ ഈ യാത്രയുടെ അടുത്ത ഭാഗങ്ങൾക്കായി കാത്തിരിക്കുക. തീർച്ചയായും. ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് തനിയെ ആലോചിക്കാൻ ഒരു ചോദ്യം കൂടി തരാം. ഇങ്ങനെ വികാരങ്ങൾ ഉള്ളിലടക്കി വെച്ച് പിന്നീട് കലയിലൂടെ മാത്രം പുറത്തുവിടുന്നത് ആ കലാകാരന്മാർക്ക് അതൊരു തരം റിലീഫ്, ഒരു ആശ്വാസം നൽകുന്നുണ്ടാവുമോ? അതോ അതൊരു ഭാരമായിട്ട് അവരുടെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ടാവുമോ? എന്തായിരിക്കും?